ഇന്നത്തെ നമ്മുടെ റെസിപ്പി 5-in-1 ടോട്ടെ കേക്കിന് ശേഷം ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ചോക്കോ വാളിന്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതും ചോക്ലേറ്റ് പ്രേമികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ നമ്മൾ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നുമില്ല കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു പഞ്ചസാര കാരമലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ പഞ്ചസാര ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കാരമലാക്കി എടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കാരമലായിട്ട് കിട്ടും. അപ്പൊ കാരമലായി ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഞാനത് ഫ്ലെയിമിൽ നിന്നൊന്ന് പൊക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം പഞ്ചസാര ഓവർ മൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ടേസ്റ്റ് മാറും. ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ മിക്സ് ആയിട്ട് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫ്രഷ് ക്രീം നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ അളവൊക്കെ നമ്മൾ ഏത് ടിന്നിലാണോ, എത്ര വലുപ്പത്തിലുള്ള ടിന്നിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ½ kg നമ്മൾ ഡ്രീം കേക്ക് ഒക്കെ ½ kg ചെയ്യുന്ന ആ ഒരു ടിന്നിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം ചോക്ലേറ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഡ്രീം കേക്കിനൊക്കെ എടുക്കുന്ന വാൻ ഹോട്ടിന്റെ ആ ഒരു പ്രീമിയം ചോക്ലേറ്റ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ചൂടുള്ളതിൽ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. പിന്നെ നമ്മൾ മെൽറ്റായി വന്നതിന് ശേഷം ഓവറായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറച്ചൊരു തിക്കായിട്ടുള്ള ക്രീമാണ് നമുക്ക് വേണ്ടത് ഈ ഒരു ലെയറിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പാകത്തെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. അപ്പം അത് ഇത്രയും മതി കേട്ടോ. ഈ ഒരു കട്ടി മതി. ഈ ഒരു കട്ടിയിലായിരുന്നാലും നമ്മളിത് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആവുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയിട്ട് വരട്ടെ. ചൂടാറി വരുമ്പോഴും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വാൾനട്ട് ആണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വാൾനട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. അതുപോലെ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ വേണ്ടത്. വെറും പഞ്ചസാരയും വെള്ളം കൂടെ തിളപ്പിച്ചെടുത്തത്. അതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇറ്റാലിയൻ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബിസ്ക്കറ്റ് ആണ് ശരിക്കും അവരിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇറ്റാലിയൻ ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ഇതിന്റെ റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐകാർഡ്സിൽ കൊടുക്കാം. അപ്പം ഇതുപോലെ വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതുപോലെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താൽ മതി. ഇതാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബിസ്ക്കറ്റ്. അതിന്റെ ഉള്ളിലും ഇതിന്റെ ഉള്ളിലൊക്കെ ഏകദേശം ഒരേ പോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. ടേസ്റ്റിലും മാറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടെ ഞാൻ ഉണ്ടാക്കിയത് അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയില്ല, മറ്റേത് കുറച്ചും കൂടെ ഒരു കട്ടിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കൊണ്ട് വെച്ചിട്ടുണ്ടാക്കിയാലും ഇതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുക. ടേസ്റ്റിൽ ഞാൻ കഴിച്ചു നോക്കുമ്പോൾ ഒരു മാറ്റമില്ല, ഇതേ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത് ഞാൻ ഇത് ഓൺലൈനിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇറ്റാലിയൻ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ്. അപ്പോൾ അത് നമ്മൾ ടിന്ന് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഷുഗർ സിറപ്പിൽ ഈ ഒരു ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഒരുപാട് കുറേ നേരം വെച്ചിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഒന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് നനച്ചു കൊടുത്താൽ മതി. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. ഒരുപാട് വെയിറ്റ് ഇല്ലാത്തൊരു ബിസ്ക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് അബ്സോർബ് ചെയ്യും. അപ്പോൾ പതുക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗണാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഫ്രിഡ്ജിലും കൂടെ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലെയർ സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ബട്ടർ സ്കോച്ചിൻ്റെയും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും ഫ്രഷ് ക്രീമും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഗണാഷയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. വാൾനട്ടും കാഷ്യൂ നട്ടും ആണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലെയർ സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ലെയറിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കോഫി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചെറിയൊരളവിലല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ഫ്ലേവറിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ കോഫി ഇതിൻ്റെ ഫ്ലേവർ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തന്നെ തണുത്ത് വരണം കേട്ടോ. ചൂടുള്ള കോഫി ഉപയോഗിക്കരുത്. നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ കോഫി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ പ്രീമിയം മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കണം കേട്ടോ. കാരണം നല്ല തിക്കായിട്ടുള്ള ഒരു ഗണാശയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും കൂടുതൽ ചോക്ലേറ്റും ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് നമ്മൾ ലൂസാക്കി തിക്കാക്കിയൊക്കെ എടുത്താലും മതി. അളവ് കറക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു 1:2 റേഷ്യോയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചോക്ലേറ്റും ഫ്രഷ് ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 നുള്ളി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായതാണ്. അപ്പോൾ നമ്മുടെ തിക്കായിട്ടുള്ള ഗണാഷ് ഇവിടെ റെഡിയായി. ചെറിയൊരു കോഫിയുടെ ഫ്ലേവറിലൊക്കെ ഉള്ള ഒരു ഗണാഷയാണ് കേട്ടോ. ഇത് ഇനി തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല തിക്കായിട്ട് കിട്ടും. തിക്കായിട്ടുള്ള ഗണാഷയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ. നമ്മൾ ഡ്രീം കേക്കിനൊക്കെ എടുക്കുന്ന ചോക്ലേറ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു ലെയർ ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു കോഫി നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം, തണുത്ത് വന്നതിന് ശേഷം നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബിസ്ക്കറ്റ് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ലെയറാക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കോഫിയൊക്കെ അബ്സോർബ് ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം കോഫിയിലിട്ട് വെക്കരുത്. അപ്പോൾ നമ്മൾ ഗ്യാപ്പൊക്കെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പീസൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോഫി ഗണാഷ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മേലെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊരു റഫായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് നമ്മൾ വാൾനട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മുഴുവൻ വാൾനട്ടും ഇതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ചോക്കോ വാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രി റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ പിറ്റേ ദിവസം ഒരു 10 മണിയൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇതിനേക്കാളും ലൈറ്റ് കളറിലാണ് കേട്ടോ മുകൾ ഭാഗമുള്ളത്. ചോക്ലേറ്റിന് അത്രക്കങ്ങ് കളറില്ല, ഇതേ ഒരു ലൈറ്റിലായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഞാൻ ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ നാച്ചുറൽ ലൈറ്റിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും ഇത് ഇത്രയും എളുപ്പത്തിൽ കഴിച്ചു തീർന്നത് അറിഞ്ഞില്ല കേട്ടോ. ഇപ്പോഴാണ് ഇതിൻ്റെ ലെയറുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുന്നത്. അപ്പോൾ അതാ എല്ലാ ലെയറുകളും നല്ല അടിപൊളിയായിട്ട് തന്നെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.